കലോത്സവം ഇക്കൊല്ലം കൊല്ലത്താണ്. കലാകേരളം കൊല്ലത്തേക്ക് എത്തുകയാണ്. കൊല്ലത്തെക്കുറിച്ച് സാധാരണ പറയാറ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നാണ്. ഇക്കുറി കൊല്ലത്തേക്ക് എത്തുന്നവരോടും കൊല്ലംകാരോടും നമുക്ക് ചോദിച്ചാലോ, എന്തുകൊണ്ടാണ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടാത്തത്? കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നത് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? കൊല്ലത്തെ ജനങ്ങൾ ദയാശീലരും ദാനശീലരുവാ. അവർ വേല ചെയ്യാൻ കഴിവുള്ളവരുവാ. അതേ റിപ്പോർട്ടാ. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടാന്ന് കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അറിയില്ല. കൊല്ലത്തെല്ലാം കാണാൻ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പുറത്തു വെച്ച് കാണണ്ട, ആ ഒരർത്ഥത്തിലായിരിക്കും. അപ്പൊ കൊല്ലം ആശ്രമ മൈതാനിയിലെ റണ്ണിംഗ് ക്ലബ് ജസ്റ്റ് മൂവിന്റെ അംഗങ്ങൾ നമുക്കൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നത്? കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നത്, കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ കാര്യങ്ങളും വളരെ ലാവിഷായിട്ട് എല്ലാവർക്കും ജീവിച്ചു. ഇല്ലത്ത് പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊല്ലത്തുണ്ട്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഇല്ലത്ത് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹസമ്പന്നമായ സമീപനമാണ്. ഭയങ്കര അടിപൊളിയാണെന്നുള്ള പറയും. കൊല്ലത്തെ ആൾക്കാർ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. മറ്റുള്ള ഏത് നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലും രണ്ട് കൈ കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും. ലേസ് കിട്ടാത്തതിന് അടി ഉണ്ടായിരുന്ന അതൊന്നുമില്ല. അത് അല്ലേ, അത് മറ്റുള്ള ജില്ലക്കാർ അസൂയോട് കാണുന്നതുകൊണ്ടാണ്. കൊല്ലത്ത് സുന്ദരിമാരായ സ്ത്രീകളുണ്ട്. അതേപോലെ സ്നേഹം ഞങ്ങൾ എല്ലാവരെയും രണ്ട് കൈ നീട്ടിയാണ് സുന്ദരിമാരായ സ്ത്രീകളുണ്ട്, സുന്ദരമാരായ പുരുഷന്മാരുണ്ട്. ചേട്ടാ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? കൊല്ലം അത്ര മനോഹരമാണ്. ഇവിടെ വരുന്നവർക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നുള്ള ആ ഒരു ധ്വനി അതിനകത്തുള്ളത്. നമ്മുടെ കുടുംബം വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലം പോകും. നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹവും വാത്സല്യവും അതുപോലെ നമ്മുടെ കരുതലും കൊല്ലത്ത് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അതാണല്ലോ ഇല്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് കൊല്ലത്തെ സ്നേഹം, കൊല്ലത്തെ ആതിഥേയത്വം അത് കണ്ട് ഇല്ലം മറന്നു പോകും എന്നുള്ളതാണ്. അതിലേറ്റവും തഗ്ഗായിട്ടുള്ള മറുപടി നല്ല സുന്ദരിമാരായ ചേച്ചിമാരുള്ളതുകൊണ്ടാണെന്നാണ്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പഴയ കൊല്ലത്തിൻ്റെ ചരിത്രം വെച്ചാൽ, കൊല്ലം ഒരു 1000, 2000, 3000 വർഷം മുമ്പ് തന്നെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു. ചൈനീസ് ട്രേഡായിരുന്നു അറബ് യൂറോപ്യൻ ട്രേഡിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. ആ സമയത്തെ പ്രധാന കേന്ദ്രമാണ് കൊല്ലം. വേലുത്തമ്പി ദളവയുടെ കാലത്ത് വേണാട് തിരുവിതാംകൂർ ആയതിനു ശേഷമുള്ള കേന്ദ്രമായിരുന്നു. അങ്ങനെ കൊല്ലം ഒരു വലിയ കമ്പോളവും ധാരാളം വികസന കാര്യങ്ങളാണ്. ഇൻ്റർനാഷണൽ ട്രേഡ് വരുന്ന അന്നത്തെ കാലത്ത് പൈക്കപ്പലും മറ്റുമായിരിക്കും, അതെല്ലാം വരുന്ന കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നുള്ളത്. ആ ഡെവലപ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ചെന്നൈക്കും ഡൽഹിക്കുമുള്ള റെയിൽവേ സൗകര്യം ഇവിടെ നിന്ന് തുടങ്ങി. അത് 120 വർഷം കഴിഞ്ഞിപ്പോൾ. അങ്ങനെ റെയിൽവേ, കപ്പൽ വഴിയുള്ള ഇത് ഈ മൈതാനത്ത് വിമാനം ഇറങ്ങിയിരുന്നു എന്നാണ്. വിമാനം ഇറങ്ങിയിരുന്നു. ഈ തിരുവിതാംകൂർ രാജാവ് ആദ്യം മേടിച്ച ചെറിയ വിമാനം അത് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യുമായിരുന്നു. അത്രയും സൗകര്യമുള്ള വിശാലമായ കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് കൊല്ലത്തിന് ഇപ്പോൾ. സ്നേഹസമ്പന്നമാണ് കൊല്ലം, ഭക്ഷണ സമ്പന്നമാണ് കൊല്ലം, സുന്ദരിമാരാൽ സമ്പന്നമാണ് കൊല്ലം, തൊഴിൽ സമ്പന്നമാണ് കൊല്ലം. അതുകൊണ്ട് കൊല്ലത്തെത്തിയാൽ ആരും തിരിച്ചു പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. ക്യാമറമാൻ വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.